പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു ദിവസം, പുതിയൊരു മാസം യേശുവിൻ്റെ കൂടെ ആരംഭിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആമേൻ. എന്നോട് ഇങ്ങനെ പറയാമോ, ഈ ദിവസം, ഈ മാസം യേശു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായാൽ ഇന്ന് ഈ മാസം ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പുതിയൊരു മാസം യേശുവിലൂടെ നിങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ മാസം ഏറ്റവും അനുഗ്രഹമായി നിങ്ങൾ ചിന്തിക്കാത്ത വഴികളും വാതിലുകളും നിങ്ങൾ നമ്മൾ തുറക്കുന്ന, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ച് മറന്നുപോയ പല വിഷയത്തിൻ്റെ മധ്യത്തിൽ ആമേൻ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമായി ഈ മാസം മാറട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളോട് വചനം ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ പോയ ദിവസങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഈ നാളുകളിലൊക്കെയും ഞാൻ പ്രാർത്ഥനയിലും ദൈവസ്ഥലിലും ഒക്കെ ആയിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച തന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദന എന്ന് പറയുന്നത് റിജക്ഷനാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ലോർഡ്. തള്ളപ്പെടുക, ഒറ്റപ്പെടുത്തുക, മാറ്റി നിർത്തുക, കാരണം അറിയാതെ നിന്നെ കുറിച്ച് മോശങ്ങൾ പറയുക, നിന്നെ ഒരു മോശക്കാരനെ ചിത്രീകരിക്കുക, ഇല്ലേ? ആമേൻ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അനുഭവത്തിലൂടെ കടന്നുപോയവരാണ് എന്നെ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, നിങ്ങളുടെ വേദനയുടെ അനുഭവത്തിൽ ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. റിജക്ഷനുകൾ ആമേൻ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രൈസ് ലോർഡ്. അവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം ഇന്ന് ഒരു പക്ഷേ എന്നെ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിന്നോട് സംസാരിക്കാൻ എനിക്കൊരു വചനമുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. നിന്റെ ഈ തകർച്ചയുടെ അനുഭവത്തിൽ, ഈ റിജക്ഷന്റെ അനുഭവത്തിൽ, ആമേൻ, നിന്നെ എല്ലാവരും മറന്ന ഈ സാഹചര്യത്തിൽ, ആരും നിന്നോട് തുണയില്ലാതെ നിൽക്കാത്ത സമയത്ത് ആമേൻ, നിനക്ക് വേണ്ടി നിൽക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ മാനിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കൺമണി പോലെ വഹിക്കുന്ന ഒരു നല്ല യേശു ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ വെളിപ്പാട് പുസ്തകം വരെ ആമേൻ ദൈവം ചിലരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ അത്ഭുതങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലേ? ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ അത്ഭുതങ്ങളായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള അത്ഭുതങ്ങൾ ചിലരുടെ കരങ്ങളാൽ എൻ്റെ കർത്താവ് ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ വ്യക്തികളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ, ഞാൻ അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർ തള്ളപ്പെട്ടവരായിരുന്നു, ഇവർ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു. ഇവരുടെ ജീവിതങ്ങൾ തകർക്കപ്പെട്ടതായിരുന്നു. പ്രൈസ് ലോർഡ്. അത് ഒന്ന് രണ്ട് പേരെ മാത്രം എടുത്ത് കാണിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും അധികം സങ്കീർത്തനങ്ങൾ എഴുതിയ, ഉത്തമഗീതം എഴുതിയ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണല്ലോ ദാവീദ് എന്ന് പറയുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ നോക്ക്, ആ ഭവനത്തിലേക്ക് പ്രവാചകൻ അഭിഷേക തൈലവുമായി കടന്നു വരുമ്പോൾ തന്റെ പിതാവ് ദാവീദിന്റെ സഹോദരങ്ങളെ എല്ലാവരെയും ആ പ്രവാചകന് മുമ്പിൽ നിരത്തി നിർത്തി. എന്ത് പറഞ്ഞു? ഇതായിരിക്കാം നീ ഉദ്ദേശിക്കുന്ന ആള്. നോക്കി, ഈ വ്യക്തിക്ക് രാജാവാകാൻ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്, അതിനുള്ള ഗുണമുണ്ട്, പൊക്കമുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവന് വിദ്യാഭ്യാസമുണ്ട്, അവന് കഴിവുണ്ട്, അവന് ഭാഷ അറിയാം, അവന് മറ്റു പലതും, മറ്റു ലോകപ്രകാരം കാണിക്കാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളും ആ സഹോദരന്മാർക്കെല്ലാം ഉണ്ടായിരിക്കാം. ആ പിതാവ് ആ പ്രവാചകന് മുൻപിൽ ഓരോ സഹോദരന്മാരെയും പേരാൻ വണ്ണം നിരത്തി നിർത്തിയിട്ട് ഞാൻ ആ ഭാഗം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. ആ പിതാവ് പ്രവാചകനോട് പറഞ്ഞു കാണുമായിരിക്കാം, എൻ്റെ മക്കളിൽ ഏറ്റവും മിടുക്കന്മാരും ഏറ്റവും ഞാൻ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുന്ന, അല്ലെങ്കിൽ ദേശം ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുന്ന മിടുക്കന്മാരെ എല്ലാവരും നിരത്തി നിർത്തിയിട്ട് ആ പിതാവ് ഇങ്ങനെ ചോദിച്ചു കാണുമായിരിക്കാം, ഇതിനകത്ത് ആരെയാണ് നീ അഭിഷേകം ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് ആരെയാണ് ഇസ്രായേലിന്റെ രാജാവായി ദൈവം നിയമിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം, ആ വചനങ്ങളെല്ലാം വായിക്കാൻ ഞാനൊരു സമയമെടുക്കുന്നില്ല. ആ വചനത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, നിന്റെ മക്കളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ നീ മറന്നുപോയ
നീ മാറ്റി നിർത്തിയപ്പെട്ട നീ മാറ്റി നിർത്തിയ മറ്റാരെങ്കിലും നിനക്ക് മകനായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പിതാവ് ഇങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ പറഞ്ഞത്, ആ ഒരുത്തനുണ്ട്, വലിയ ഗുണമില്ലാത്തവന്, വലിയ കഴിവില്ലാത്തവന്, പ്രൈസ് ലോർഡ്, ഇവർ അത്രയും തൻ്റെ ഇടമോ മിടുക്കോ അറിവോ ഇവന്റെ അത്രയും ലോകപ്രകാരം കഴിവുകളോ ഇല്ലാത്ത ഒരുത്തൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ ആടിനെ മേയ്ക്കാൻ വിട്ടിരിക്കുക, അവൻ കാട്ടിൽ പോയിരിക്കുക, പ്രൈസ് ലോർഡ് എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ ആ പിതാവിനോട് ഇങ്ങനെയാ പറഞ്ഞത്, അവനെ വിളിപ്പീൻ, അവൻ വരാതെ ഞാൻ പന്തിക്ക് ഇരിക്കത്തില്ല, ഈ പന്തിക്ക് ഞാൻ ഇരിക്കത്തില്ല. പ്രൈസ് ലോർഡ്. അവന് നോക്ക് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പിതാവിനോട് പറയുകയാണ്, നീ മാറ്റി നിർത്തിയ, നീ തള്ളിക്കളഞ്ഞ, ഗുണമില്ലെന്ന് പറയും, നീ മാറ്റി നിർത്തിയ ആ വ്യക്തി ഉണ്ടല്ലോ, അവനെ വിളിക്ക്, അവൻ വരാതെ എനിക്ക് ഈ പന്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. നോക്ക്, ദാവീദ് കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. താന് ഈ സഹോദരന്മാർ അത്രയും ലോകപ്രകാരം മിടുക്കനായിരിക്കത്തില്ല, ഈ ലോകപ്രകാരം സഹോദരന്മാർ അത്രയും ഗുണങ്ങൾ അവന് കാണത്തില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പിതാവും സഹോദരന്മാരുമെല്ലാം അവന്റെ കാര്യം മറന്നു കളഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ടവനെ, ആ പിതാവും സഹോദരന്മാരും ദാവീദിനെ മറക്കുമ്പോഴും ആ ദാവീദിനെ മറക്കാത്ത ഒരു യേശു ആ കാട്ടിൽ ആ ആടുകളിലൂടെ വസിക്കുമ്പോഴും അവൻ്റെ കൂടെ ഇരിക്കുന്ന, അവനെ കാക്കുന്ന, അവനെ കരുതുന്ന, അവനെക്കുറിച്ച് പദ്ധതികളുള്ള ആ യേശു, ആ ദൈവം ആ ദാവീദിനെ കുറിച്ച് ഓർക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ നിന്റെ നിരാശയിൽ, നിന്റെ തള്ളപ്പെടലുകളിൽ, ഒറ്റപ്പെടലുകളിൽ ഞാൻ പറയട്ടെ, ആരൊക്കെ നിന്നെ മറന്നാലും, നിന്നെ സ്നേഹിക്കേണ്ടവർ, നിന്നെ ഓർക്കേണ്ടവർ നിന്നെ മറന്നു കളഞ്ഞാലും, പ്രിയപ്പെട്ടവനെ, നീ ഭാരപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. നിന്റെ ഏകാന്തതയിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ തള്ളപ്പെടലുകളിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മാറ്റി നിർത്താത്ത, നിന്നെ കുറ്റം പറയാത്ത, നിന്റെ കഴിവുകളെ ചൂണ്ടിക്കാണിച്ച് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നത്. നിന്റെ ബലഹീനതയിൽ അവന്റെ ബലം നിനക്ക് വേണ്ടി ഇന്നു പകലും തികഞ്ഞു വരുമെന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. നോക്ക്, രണ്ടാമത് വ്യക്തിയെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ജോസഫിനെ കുറിച്ചാണ്. ജോസഫ് സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനാണ്. അപ്പനേറെ സ്നേഹിച്ച, അപ്പനേറെ ഇഷ്ടമുള്ള മകനാണ് ജോസഫ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, അവന് മാത്രമാണ് ഒരു നിലയെങ്കി, ഒറ്റ ഒരു ഉടുപ്പ് തനിക്ക് വേണ്ടി തന്റെ പിതാവ് വാങ്ങിച്ചു കൊടുത്തത്. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ഒരു ദർശനം കണ്ടു. ആ ദർശനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയാനായിട്ട് സമയം എടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ ദർശനം തൻ്റെ സഹോദരൻ പിതാവുമാക്കിയായിട്ട് താൻ ഷെയർ ചെയ്യുമ്പോൾ ആ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ ഉണ്ടാകുക, തന്നോട് വൈരാഗ്യം ഉണ്ടാകുക, തന്നോട് കോപം ഉണ്ടാകുക. അതിന് പ്രകാരം എന്താ സംഭവിച്ചത്? ദർശനം കണ്ട അഭിഷേകം പ്രാപിച്ച ജോസഫിനെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. പ്രൈസ് ലോർഡ്. ആ ജോസഫ് തൻ പൊട്ടക്കിണറ്റിൽ വീഴുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ആ സംഭവത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ. ജോസഫിന് മേൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി മിസ്രൈമിനെ മന്ത്രിയാക്കുവാൻ ദൈവം ജോസഫിന് മേൽ പദ്ധതി ഇട്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആ മന്ത്രിയായിട്ട് ജോസഫിന് മേൽ വിളിയുള്ളപ്പോഴും തൊട്ടടുത്ത സമയത്ത് ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് താൻ കണ്ട ദർശനത്തിന് വിപരീതമായി, എതിരായി കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. താൻ കണ്ടത് നമുക്കറിയാമല്ലോ, തന്റെ കറ്റയെ മറ്റ് കറ്റുകൾ വണങ്ങുന്നത്. പ്രൈസ് ലോർഡ്. തന്റെ നക്ഷത്രത്തെ മറ്റ് നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഒക്കെ നമസ്കരിക്കുന്ന ദർശനമാണ് ജോസഫ് കണ്ടത്. പക്ഷേ തന്റെ ജീവിതത്തിൽ അടുത്ത സീനിൽ ജോസഫ് മന്ത്രിയാവുകയല്ല ചെയ്തത്. തന്റെ ജീവിതത്തിൽ ഒട്ടും നനയ്ക്കാത്ത, താൻ ഒട്ടും ചിന്തിക്കാത്ത, താൻ ഒട്ടും ആഗ്രഹിക്കാത്ത പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. തന്റെ സ്വന്തം സഹോദരന്മാരാൽ തന്നെ ആ പൊട്ടക്കിണറ്റിൽ ഇടുകയാണ്. ഹല്ലേലൂയ. ആ പൊട്ടക്കിണറ്റിൽ താൻ അടിമയായി, ഒരു അടിമച്ചന്തയിൽ ഒരു അടിമയായി തന്നെ വിൽപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, താൻ പൊത്തിഫാറിന്റെ ഭവനത്തിൽ കടന്നിരുന്നു. അതിനുശേഷം തനിക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് തന്നെ വീണ്ടും കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന അനുഭവം കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദഭാവം വായിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം, ജോസഫിന് മേലുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത് മിസ്രൈമിന്റെ രാജാവായി, മിസ്രൈമിന്റെ മന്ത്രിയായി മാറ്റുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ താൻ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ താൻ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, നിന്റെ മേൽ ഒരു വിളിയുണ്ടോ? ഒരു ദർശനം പ്രാപിച്ചവനാണോ? നീ കർത്താവിനെ കണ്ട് ഇറങ്ങിയവനാണോ? ഇന്ന് പകൽ നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ടോ? പ്രൈസ് ലോർഡ്. നീ ഒട്ടും ചിന്തിക്കാത്ത, നീ ഒട്ടും ഇഷ്ടപ്പെടാത്ത, നീ ഒട്ടും ആഗ്രഹിക്കാത്ത അനുഭവത്തിലൂടെയാണോ ഇന്ന് പകൽ നീ കടന്നു പോകുന്നത്?
ഇന്ന് പകൽ ആ ജോസഫിനെ പോലെ ഒരു പൊട്ടക്കണ്ണന്റെ അനുഭവമാണോ നിനക്കുള്ളത്? സഹോദരന്മാരാൽ തള്ളപ്പെട്ടവനായി, പ്രൈസ് ലോർഡ്, ആമേൻ, ആമേൻ, നിനക്കെതിരെ അപവാദങ്ങൾ പറയപ്പെട്ടവനായി, ഹല്ലേലൂയ, ആമേൻ, തകർക്കപ്പെട്ടവനായി, പ്രൈസ് ലോർഡ്, ആമേൻ, നീ ഒറ്റപ്പെട്ടാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ, നീ പേടിക്കണ്ട. ആമേൻ, നിന്റെ മേൽ ഒരു വിളിയുണ്ട്. ആമേൻ, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ ഒരു പദ്ധതിയുണ്ട്. ആമേൻ, അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ വരുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചത്. ഹല്ലേലൂയ. ആമേൻ, ജോസഫ് തന്നെ ആമേൻ ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ആ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ആമേൻ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വചനമാണ്, ആമേൻ, യഹോവ അവൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൻ പോയിടത്തൊക്കെയും അവൻ കൃതാർത്ഥനായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ, നിന്റെ മേൽ ദൈവകൃപയുള്ളത് കൊണ്ട്, നിന്റെ മേൽ അഭിഷേകമുള്ളത് കൊണ്ട്, ആമേൻ, ദൈവത്തിന്റെ ഫേവർ ഉള്ളത് കൊണ്ട്, ആമേൻ, നീ ഏത് സാഹചര്യങ്ങളിൽ പോയാലും, ഏത് പൊട്ടക്കിണറ്റിൽ പോയാലും, ഏത് കാരാഗൃഹത്തിൽ പോയാലും, പ്രൈസ് ലോർഡ്, ആമേൻ, നീ എവിടെയായാലും എൻ്റെ പ്രിയപ്പെട്ടവനെ, ആമേൻ, നിന്റെ മേൽ ദൈവത്തിന്റെ വിളിയുള്ളത് കൊണ്ട്, ആമേൻ, നിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളത് കൊണ്ട്, ആമേൻ, നീ തകർന്നു പോകത്തില്ല. നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്നെ ഒന്നാമനായി, ആമേൻ, മാനിക്കുക തന്നെ ചെയ്യും. ആമേൻ, ധൈര്യത്തോടെ ഇരിക്കുക. പ്രൈസ് ലോർഡ്. ആ ജോസഫ് ആ പൊട്ടക്കിണറ്റിൽ വീണെങ്കിൽ മാത്രമേ തനിക്ക് മിസ്രൈമിൽ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, മോനെ, അവൻ ആ അപ്പന്റെ കൂടെ, അവൻ ആ സഹോദരന്മാരുടെ കൂടെ തന്നെ എപ്പോഴും അങ്ങനെ ഇരുന്നാൽ, അവൻ അങ്ങനെ നടന്നാൽ, അവൻ തന്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം അവൻ തനിക്ക് ഒരിക്കലും വരത്തില്ല. ഹല്ലേലൂയ. അവൻ താൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ് അവൻ ജോസഫ് നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്. പക്ഷെ ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതി മിസ്രൈമിന്റെ അവൻ മന്ത്രിയാക്കുവാൻ, തന്റെ സഹോദരന്മാർക്ക് വേണ്ടിയും തന്റെ അപ്പന് വേണ്ടിയും, അവൻ തന്റെ സ്വന്തം ജാതികൾക്ക് വേണ്ടിയും, അവൻ തനിക്ക് മുന്നവേ അവൻ തന്നെ ഒരു നിയോഗത്തിനായി അയക്കണമെന്ന് ആമേൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പക്ഷെ ജോസഫ് അത് തിരിച്ചറിയുന്നില്ല എങ്കിൽ, ആമേൻ, ജോസഫ് അതിനുവേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ, ആമേൻ, താൻ ഒരിക്കലും ആ പദ്ധതിയിൽ എത്തിച്ചേരത്തില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. തന്നെ പൊട്ടക്കിണറ്റിൽ വീഴുമ്പോൾ ആമേൻ ജോസഫ് വിചാരിച്ചു കാണുമായിരിക്കാം, കർത്താവേ, എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ പൊട്ടക്കിണർ അനുഭവം വന്നത്? താൻ അടിമച്ചന്തയിൽ ഒരു അടിമയായി താൻ വിൽക്കപ്പെടുമ്പോൾ താൻ ചിന്തിച്ചു കാണുമായിരിക്കും, എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ നിരാശ, ഈ തകർച്ച, അല്ലെങ്കിൽ ഈ ഒരു വേദന, ഈ ഒരു മാനക്കേട് എൻ്റെ ജീവിതത്തിൽ വന്നത്? പ്രൈസ് ലോർഡ്. താൻ ആ പൊത്തിഫറിന്റെ ഭവനത്തിൽ തനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് തന്നെ കൊടുക്കുമ്പോഴും, അപവാദങ്ങൾ പറഞ്ഞ് തന്നെ പരിഹസിക്കുമ്പോഴും, ആമേൻ, പ്രൈസ് ലോർഡ്, താൻ കാരാഗൃഹത്തിൽ അടയ്ക്കുമ്പോഴും, ഒരു പക്ഷേ ആമേൻ ജോസഫിന്റെ ജീവിതത്തിൽ ആമേൻ താൻ ചിന്തിച്ചു കാണുമായിരിക്കാം, എന്തിനാണ് ആമേൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത്? ഈ ചോദ്യമായിട്ടാണോ ഇന്ന് പകൽ നിങ്ങൾ എന്നെ കേൾക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ, പല വേദനകൾ, പല സങ്കടങ്ങൾ, പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തെ തകർക്കുന്നുണ്ടായിരിക്കും. ആമേൻ, നീ ചോദിക്കുന്നുണ്ടായിരിക്കാം, എന്തിനാ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചത്? എന്തിനാ കർത്താവേ നീ ഇത് അനുവദിച്ചത്? പ്രൈസ് ലോർഡ്. ഉത്തരം കിട്ടാതെ ഭാരപ്പെട്ട് അവൻ ആണോ നീ ഇത് കേൾക്കുന്നത്? ഹല്ലേലൂയ. പേടിക്കണ്ട. നിന്നെക്കുറിച്ച് എൻ്റെ കർത്താവിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അവൻ ആ പദ്ധതി വചനം പറയുകയാണ്, നിന്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ ആദ്യനും അന്ത്യനുമായ യേശു, പ്രൈസ് ലോർഡ്, നിന്നെ വിളിച്ചവനായ കർത്താവ്, നിന്റെ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും നല്ലതുപോലെ അറിയുന്നവനായ ദൈവം, അവൻ ആ ദൈവത്തിന്റെ ഉള്ളം കയ്യില ഇന്ന് പകൽ നീ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു സാഹചര്യവും, ഒരു പൊട്ടക്കിണറും, ഒരു ആഗ്രഹവും, പ്രൈസ് ലോർഡ്, ഒരു സാഹചര്യവും ആമേൻ നിന്നെ തകർക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അതിന്റെ മധ്യത്തിലും വെളിപ്പെടുന്ന ഒരു ദൈവകൃപ, ഒരു ദൈവത്തിന്റെ ഫേവർ ഇന്ന് പകൽ നിന്റെ മേൽ ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവനെ, ധൈര്യത്തോടിരിക്കുക, ധൈര്യത്തോടിരിക്കുക, ധൈര്യത്തോടിരിക്കുക. പ്രൈസ് ലോർഡ്. നോക്കി, ജോസഫ് അവൻ പൊട്ടക്കിണറ്റിൽ വീണു, അവൻ കാരാഗൃഹത്തിൽ വീണു. പ്രൈസ് ലോർഡ്. അവൻ തന്റെ ലോകപ്രകാരം നോക്കിയാൽ തന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അവൻ ചെല്ലിങ്ങനെ പറയാറുണ്ട്, വേറെ ഒരു വിഷയം കഴിഞ്ഞപ്പോൾ അടുത്ത വിഷയം, അത് കഴിഞ്ഞപ്പോൾ അടുത്ത വിഷയം, ഒന്നിനു പുറകെ ഒന്നൊന്നായി അവൻ പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയാണല്ലോ എന്ന് വിലപിക്കുന്ന അവൻ പല വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, അവൻ നീ ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും പെർഫെക്റ്റ് പ്ലാനിലാണ് ഇന്ന് പകൽ നീ നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. എൻ്റെ ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ലെന്ന് വചനം പറയുന്നെങ്കിൽ, ഇന്ന് പകൽ നീ കടന്നു പോകുന്ന ഈ സാഹചര്യവും എൻ്റെ കർത്താവ് അനുവദിച്ചിട്ട, എൻ്റെ കർത്താവ് കണ്ടിട്ട, എന്തിനാണെന്നറിയാമോ? അവൻ ഇതിന്റെ മധ്യത്തിൽ അവന് തെളിയിപ്പാനുണ്ട് നീ ആരാന്ന്. ഈ വിഷയത്തിന്റെ മധ്യത്തിൽ നീ വെളി വരുമ്പോൾ, ഈ വിഷയത്തിന്റെ മധ്യത്തിൽ വെളിയിൽ വരുമ്പോൾ, അവൻ ലോകത്തോട് എൻ്റെ കർത്താവിനെ കാണിപ്പാനുണ്ട്. ഒരു കർത്താവിനെ വിശ്വസിച്ചാൽ, ഒരു കർത്താവിനെ ആശ്രയിച്ചാൽ അവൻ എന്തായി തീരുമെന്ന് അവൻ എന്നെയും നിങ്ങളെയും ഒരു അടയാളമാക്കി നിർത്തുവാൻ ഇന്ന് പകൽ യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോസഫ് വചനം പറയുകയാണ്, അവൻ
ആമേൻ ആമേൻ ഏറ്റവും അധികം താൻ മന്ത്രി പദം അലങ്കരിച്ചത് ആമേൻ ജോസഫാണ്. ഹല്ലേലൂയ. അവനെ ദേശത്തെ രണ്ടാമനാക്കി മാറ്റി. ആമേൻ ദൈവം നൽകിയ ദർശനം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ കടന്നു വന്നു. പക്ഷേ ആ അനുഭവങ്ങളൊന്നും അവന്റെ ദർശനത്തെ, അവന്റെ വിളിയെ ആമേൻ തകർക്കാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ സഹോദരന്മാരാൽ, അപ്പനാൽ, അമ്മയാൽ, നീ സ്നേഹിച്ചവരാൽ, നീ വിശ്വസിച്ചവരാൽ, നീ കരുതിയവരാൽ, ആമേൻ നീ മുഖാന്തരം രക്ഷപ്പെട്ടവരാൽ നീ തള്ളപ്പെട്ട അവസ്ഥയിലാണോ ഇരിക്കുന്നത്? നിന്നെ അവർ തള്ളിപ്പറഞ്ഞു, ഇന്നൊരു മൈൻഡ് ചെയ്യുന്നില്ലേ? നീ ഇന്ന് റിജക്ഷൻസ് അനുഭവിക്കുവാണോ? നിന്നോട് പറയട്ടെ, നിന്റെ റിജക്ഷനുകളെ എന്റെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ യോഹന്നാൻ പത്മോസിൽ തന്നെ ഏകനായിട്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പത്മോസിന്റെ അനുഭവത്തിൽ താൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് അവൻ തന്നെ പത്മോസിന്റെ അനുഭവത്തിലേക്ക്, ആ പത്മോസിലേക്ക് അവനെ തള്ളിവിടുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പത്മോസിന്റെ അനുഭവത്തിൽ തന്നെ ഏകനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, തന്റെ കൂടെ സമാധാനം പറയുവാൻ, തന്നോട് സമാധാനം ആചരിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ, യോഹന്നാനെ പേടിക്കേണ്ടെന്ന് പറയുവാൻ, ധൈര്യമായിരിപ്പെന്ന് പറയാൻ ഒരു സഭ തന്റെ കൂടെയില്ല, ഒരു വ്യക്തി തന്റെ കൂടെയില്ല, അവൻ ഒരു മനുഷ്യൻ പോലും തന്റെ കൂടെയില്ല. തന്റെ ചുറ്റും അവൻ നിരാശപ്പെടേണ്ട അനുഭവങ്ങളായിരിക്കാം, ഭയാനകമായ അനുഭവങ്ങളായിരിക്കാം യോഹന്നാൻ ചുറ്റും നിൽക്കുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശതയിലായി തീർന്നു. ഹല്ലേലൂയ. അവൻ ആരും കാണാത്ത വെളിപ്പാടുകൾ അവൻ പത്മോസിൽ യോഹന്നാൻ കണ്ടു. ഹല്ലേലൂയ. അവൻ ആർക്കും ദൈവം കൊടുക്കാത്ത, ആരോടും ഇടപെടാത്ത രീതിയിൽ അവൻ യോഹന്നാനോട് അവൻ ദൈവം, പരിശുദ്ധാത്മാവ്, യേശു അവൻ ഇടപെടുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് നിങ്ങളോട് പറയുവാൻ എനിക്കുള്ള സന്ദേശം, നിന്റെ റിജക്ഷനുകൾ എന്റെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റും. നിന്റെ ഒറ്റപ്പെടുത്തലുകൾ, നിന്റെ തള്ളപ്പെടലുകൾ, നിന്റെ ഏകാന്തതകൾ, നീ അനുഭവിക്കുന്ന ഏത് വേദനയുമായിക്കോട്ടെ, ഏത് നിരാശയുമായിക്കോട്ടെ, ഏത് അനുഭവമായിക്കോട്ടെ, പ്രിയപ്പെട്ടവനെ, നിന്റെ വിഷയത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ, നിന്റെ ഏകാഗ്രതയെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന, നിന്റെ നിശബ്ദതയെ പോലും ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ കൂടെ ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവിടെ ധൈര്യത്തോടെ ഇരിക്കുക, നിരാശപ്പെടരുത്. ആമേൻ. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അക്കരയ്ക്ക് പോക എന്ന് യേശു പറഞ്ഞു. വചനം പറയുകയാണ്, അവർ യാത്രയിൽ അവൻ കാറ്റും കോളും എല്ലാം ആ പടകിൽ ആഞ്ഞടിച്ചു. പ്രൈസ് ലോർഡ്. കർത്താവ് പറഞ്ഞ ഒരൊറ്റ വാക്കായിരുന്നു, അക്കരയ്ക്ക് പോക. ഇതിന്റെ മധ്യത്തിൽ അവൻ ഈ യാത്രയുടെ ഇടയിൽ കാറ്റും കോളും വരുമെന്ന് യേശു പറഞ്ഞില്ല. യേശുവിന്റെ വാക്ക് ഒരൊറ്റ വാക്കായിരുന്നു, അക്കരയ്ക്ക് പോക. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അക്കരയ്ക്ക് പോക എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് വിഷയമാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും, എത്ര കാറ്റും എത്ര പ്രതികൂലവും എത്ര വിഷയമാണെങ്കിലും, അവൻ അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞവൻ ജീവനുള്ള കർത്താവായതുകൊണ്ട് അവന്റെ ജയാളിയായി അക്കരെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒരു വിഷയവും ഒരു പ്രതികൂലങ്ങളും അവൻ നിന്നെ തകർക്കത്തില്ല. അതിന്റെ മധ്യത്തിൽ ജയാളിയായി നിന്നെ നടത്താൻ കഴിയുന്ന ഒരു യേശു ഇന്നു പകലും നിനക്ക് വേണ്ടി ജീവിക്കുന്നു. വിശ്വസിക്കുക. ആമേൻ. നിങ്ങളോട് പറയുവാൻ എനിക്കുള്ള വാക്ക്, നിന്റെ റിജക്ഷനുകളെ ദൈവം ഒരത്ഭുതമാക്കി മാറ്റും. നിന്റെ ഏകാഗ്രതയെ എന്റെ കർത്താവ് ഉണർവായി മാറ്റും. പ്രൈസ് ലോർഡ്. നിന്റെ വേദനകളെ എന്റെ യേശു ആമേൻ അനേക രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ ആമേൻ സാക്ഷ്യം പറയുന്ന വിധത്തിൽ ആമേൻ നിന്റെ വേദനകളെ എന്റെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. നിന്റെ കൂടെ ആരുമില്ലെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. ആമേൻ. നിന്റെ കൂട്ടായ്മ ആചരിക്കുവാൻ, സമാധാനം പറയുവാൻ ആരുമില്ലെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. സഹോദര, സഹോദരി, സാരമില്ലെന്ന് പറയാൻ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ ആരും നിന്നെ വിളിച്ചില്ലേ? നീ ഭാരപ്പെടണ്ട. പ്രൈസ് ലോർഡ്. നിന്നെ മറക്കാത്തൊരു യേശു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു, എപ്പോഴും പ്രാർത്ഥിക്കുന്ന യേശു, ആമേൻ, നിന്നെ ഉള്ള കയ്യിൽ വഹിക്കുന്ന യേശു ഇന്ന് പകലും ജീവിക്കുന്നു. നമുക്ക് അവനെ ആശ്രയിക്കാം, നമുക്ക് അവനെ സ്നേഹിക്കാം. ആ യേശു പറയുകയാണ്, പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ ഇരിക്കുക. യേശു നിന്റെ കർത്താവ്. പ്രൈസ് ലോർഡ്. നിന്റെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും അതൊരിക്കലും നഷ്ടമാകാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഒരു സൈലന്റ് പീരീഡ് ആയിരിക്കാം നിനക്ക്. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഒരു നിരാശയുടെ അല്ലെങ്കിൽ ഒരു സൈലന്റ് പീരീഡിന്റെ നീ തന്നെ പറയുമായിരിക്കാം, വേറെ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. ആമേൻ. എല്ലാ വാതിലും അടഞ്ഞ പോലെയായിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അനുഭവമായിരിക്കാം. സങ്കടപ്പെടേണ്ടെന്നേ. പ്രൈസ് ലോർഡ്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ആമേൻ. അവൻ നിന്നെ കൈവിടത്തില്ല. പ്രൈസ് ലോർഡ്. ജോസഫേ, നിന്നെ വിളിച്ച ദൈവമാ, നിന്നെ ദർശനം കാണിച്ച ദൈവമാ. പ്രൈസ് ലോർഡ്. ആ ദർശനത്തിന് വിപരീതമായിട്ടായിരിക്കാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ട. ആമേൻ.
ആ വാക്ക് പറഞ്ഞവൻ വാക്കുമാറാത്തവനായി നിനക്ക് തന്ന ദർശനത്തിനൊത്തവണ്ണം, നിന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം നിന്നെ രാജാവായി അവൻ അഭിഷേകം ചെയ്യുക തന്നെ ചെയ്യും. ദാവീദേ, അപ്പൻ നിന്നെ മറന്നോ? സഹോദരന്മാർ നിന്നെ മറന്നോ? പ്രൈസ് ലോർഡ്. അവരുടെ കാഴ്ചപ്പാടിൽ നീ ശ്രേഷ്ഠനല്ലായിരിക്കാം. അവരുടെ കാഴ്ചപ്പാടിൽ ഒത്തിരി കുറവുകൾ നിനക്ക് കാണുമായിരിക്കാം. പക്ഷെ എൻ്റെ കുറവുകളെ മാറ്റുന്ന യേശു, ചതഞ്ഞോടെ ഒടിച്ചു കളയാത്തൊരു കർത്താവ്, പുകഞ്ഞ തിരെ കെടുത്തിക്കളയാത്തൊരു ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ജീവിക്കും. പ്രൈസ് ലോർഡ്. ധൈര്യമായിരിക്കുക. എല്ലാ സങ്കടത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പോലെ കുടഞ്ഞു കളഞ്ഞ് ഒരു പുതിയ തുടക്കത്തിനായി, ഒരു പുതിയ ഓട്ടത്തിനായി, പ്രൈസ് ലോർഡ്, ഒന്ന് കുടഞ്ഞെഴുന്നേറ്റ് നമുക്ക് എഴുന്നേൽക്കാം. യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറട്ടെ. ആമേൻ. ഞാൻ വാക്കും കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന പിതാവെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽ റിജക്ഷൻസ് അനുഭവിക്കുന്നവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ കാരണങ്ങൾ കൂടാതെ പായിക്കപ്പെട്ടവര്, തള്ളപ്പെട്ടവര്, മാറ്റി നിർത്തപ്പെട്ടവര്, കർത്താവെ, ജീവിതത്തിൽ ഇപ്പോഴും പല ചോദ്യങ്ങളുമായി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ചോദിക്കുന്നവര് എന്നെ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന്റെ ഹൃദയത്തിലെ മുറിവുകളെ കെട്ടുന്ന ദൈവ സാന്നിധ്യം, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥെന്ന് പറയുമ്പോൾ കർത്താവെ, അങ്ങയുടെ സാമീപ്യം, അങ്ങയുടെ സ്വാന്തനം, അങ്ങയുടെ സ്നേഹം എൻ്റെ മക്കളുടെ മേൽ എൻ്റെ കർത്താവ് ഇപ്പോൾ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ മുറിവുകൾ ഉണങ്ങട്ടെ. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാവട്ടെ. എല്ലാ മടുപ്പും, എല്ലാ മടിയും, എല്ലാ വേദനയും, സങ്കടവും കുടഞ്ഞു കളഞ്ഞ് എൻ്റെ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ, കർത്താവെ, ഈ 2024 അവരുടെ ജീവിതത്തിൽ അവരെവിടെല്ലാം പരാജയപ്പെട്ടുവോ, മാറ്റി നിർത്തപ്പെട്ടുവോ, തള്ളപ്പെട്ടുവോ, അതേ സ്ഥലത്ത് തന്നെ ആമേൻ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നവരായി, അതിശയങ്ങളായി മാറുവാൻ കർത്താവ് അനേകരുടെ മുൻപിൽ കർത്താവെ അവരുടെ കണ്ണ് തള്ളുന്ന പോലെ ആമേൻ ചരിത്രങ്ങളായി മാറുവാൻ ഈ പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത്ഭുത സാക്ഷ്യങ്ങൾ നീ കേൾപ്പിക്കണം, അത്ഭുതമാക്കി മാറ്റണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ റിജക്ഷനുകളെ എൻ്റെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. നിന്റെ വേദനകളെ എൻ്റെ ദൈവം ആമേൻ ഉണർവാക്കി മാറ്റും. നിന്റെ നിശബ്ദതകളെ എൻ്റെ കർത്താവ് ലോകരാജ്യങ്ങളിൽ ആമേൻ സാക്ഷ്യമാക്കി മാറ്റും. മറക്കരുത്, യേശു ഇന്നും ജീവിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാക്ഷ്യമായി കാണാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.